കാൽവരി ക്രൂശിലെ സ്നേഹത്തിൻ്റെ കീഴിൽ അല്പസമയം കൂടി ഇന്നും നമുക്ക് വന്നിരിക്കുവാൻ ജീവനുള്ള ദൈവം തന്ന അതിമനോഹരമായ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നാം നല്ല സജീവരായിട്ടിരിക്കണം. നാം എന്താണ് പാടുന്നത്? കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുവാനാണ് കർത്താവ് ഇന്നും നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടു ഇരുത്തിയിരിക്കുന്നത്. നാട്ടുകാർ വീട്ടുകാർ എല്ലാം തള്ളിക്കളയുമ്പോൾ നമുക്ക് ഓർക്കാം, ആ യേശുക്രിസ്തുവിൻ്റെ പൊന്നുമുഖം ഓർക്കാൻ ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ. ആ മുഖം മനസ്സിൽ നിന്ന് മാറാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുഖം മാറിപ്പോകും. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രിയരെന്ന് കരുതുന്ന സകലരും ഇതാ അവർക്ക് പോലും അടുത്ത് വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. എത്ര പെട്ടെന്നാണ് ഒരു ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം വരുന്നത്. കഴിഞ്ഞ 1-ാം ഞായറാഴ്ച ഈ സമയത്ത് ഞാൻ ICUവിലായിരുന്നു. ചെറിയ ആരോഗ്യ പ്രശ്നം വന്നതാണ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത്. എന്നാൽ നമ്മുടെ അരികിലേക്ക് നമ്മോട് വാക്കു പറഞ്ഞ ദൈവം, നമ്മെ വിളിച്ച ദൈവം, എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് പറഞ്ഞ് നമ്മെ ഒരിക്കൽ വിളിച്ച് വേർതിരിച്ച ദൈവം, ആ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്നതല്ല. നമുക്ക് ആ യേശുവിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ് ഈ വാക്കുകളെ കേൾക്കുന്നതെങ്കിൽ യു കനോട്ട് ഡിനൈ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനോട് സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ ചിന്തയിലേക്ക് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇനി തുടർന്ന് വായിക്കാം. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എല്ലാവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കർത്താവ് പറയുകയാണ്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു. ശിഷ്യന്മാര് അവരും മുഖത്തോട് മുഖം നോക്കുന്നു. എന്നിട്ട് കർത്താവ് ഈ പറയുന്നത്, അപ്പോൾ ഞങ്ങൾ നിന്നെ സ്നേഹിച്ചില്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു ശിഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ശിഷ്യൻ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയാവുന്നവനാണ്. കർത്താവ് ഒരാളെ എങ്ങനെ സ്നേഹിക്കുന്നു, അത് യോഹന്നാൻ ശ്ലീഹയാണ്. കർത്താവിൻ്റെ ഭാവം എന്താണ്, കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, കർത്താവ് ഒരാൾ എങ്ങനെയാണ് കാണുന്നതെല്ലാം യോഹന്നാൻ ശ്ലീഹയ്ക്ക് അറിയാം. പക്ഷെ മറ്റ് ശിഷ്യന്മാർ, ബാക്കി 11 പേര്, അവരെന്താ ചിന്തിച്ച്, എന്താണ് കർത്താവ് നീ പറയുന്നത്? അവൾ വളരെ സ്നേഹിച്ചു. ഈ പാപിനിയായ സ്ത്രീ കഴിഞ്ഞ ദിവസം പാപം മോചിച്ച് കിട്ടി, ഇവള് നിന്നെ സ്നേഹിച്ചുവെന്നോ? അപ്പോൾ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമില്ലേ? മത്തായി ശ്ലീഹ ചിന്തിച്ചു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചുങ്കസ്ഥലത്തിൽ നിന്ന് മത്തായി ചാടി എഴുന്നേറ്റ് പോകുന്നതാണ്. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും യാക്കോബും പത്രോസും അന്ത്രയോസും പടകും വലയും വിട്ടേച്ച് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ, അതിന് പ്രിയമെന്ന് പറയും. ആദ്യം കിട്ടുന്നത് ദൈവത്തോടൊരു പ്രിയമാണ്. അതിന് ആഴമേറിയ ദൈവസ്നേഹം എന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ സ്ത്രീക്ക് കിട്ടിയത് അതല്ല. അവൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു സ്നേഹം കിട്ടി. ദൈവത്തിന് സ്തോത്രം. നാം അതിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കാമോ? 7:38. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന്. പിറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. കണ്ണുനീർ കൊണ്ട് കാലങ്ങ് നനച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയില്ലേ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഏങ്ങലടികൾ ഉയരട്ടെ എന്ന്. അവിടെ വിരുന്ന് നടക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളെ ഏങ്ങലടിച്ച് കരയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. അനേകം വിഷയങ്ങളിൽ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഏങ്ങലടികൾ, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഏങ്ങലടികൾ, പിന്നിൽ നിന്നുയരുന്നതായ ഏങ്ങലടികൾ, മക്കളെ പോക്ക് കണ്ടിട്ട് ഉയരുന്നതായ ഏങ്ങലടികൾ അല്ലേ? ഏങ്ങലടി അല്ലേ ജീവിതം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ആർക്കുണ്ട് സമാധാനം, ആർക്കുണ്ട് സന്തോഷം? ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ദൈവമക്കൾ ഞങ്ങളെല്ലാം പറയുകയായിരുന്നു, എൻ്റെ ദൈവമേ, ഓരോരുത്തർ ആരാണ് ഈ ഏദൻ ഹാളിലേക്ക്, ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് വരുന്നത്? ആവശ്യക്കാര്, അശരണര്, കടബാധ്യതയുള്ളവർ, മാരക രോഗങ്ങളുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഓരോരോ വിഷയങ്ങളിൽ എങ്ങുമെങ്ങും കൂട്ടിയാൽ കൂടാത്ത വിഷയങ്ങളുള്ളവർ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. എന്നാൽ പാവപ്പെട്ട ദൈവമക്കൾ അന്ന് 5 അപ്പം കൊടുത്തിട്ട് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന്. ശിഷ്യന്മാർ മുഖത്തോട് മുഖം നോക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ശാന്ത മസൃണമായ ഭാവത്തോടെ ഘനശാലിയായ യേശു
നിൽക്കുന്നുണ്ട്. യേശുവിനറിയാം, യേശുവിന് ഇത് വാഴ്ത്തി കൊടുക്കാൻ സാധിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, താഴെ ഇരുന്ന് ദൈവമക്കളോട് ആരെങ്കിലും പ്രാർത്ഥനാ വിഷയം പറയാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കേണ്ട, നിങ്ങളും ചിന്തിക്കേണ്ട, ഞാനും ചിന്തിക്കുന്നില്ല. എൻ്റെ കർത്താവേ, ഇപ്പോൾ എൻ്റെ അരികിൽ നീ വന്നിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ആവശ്യങ്ങൾ ഞാനിതാ സ്തോത്രത്തോടുകൂടെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. യേശുവേ, നീ ഇപ്പോൾ എൻ്റെ കാര്യം ഏറ്റെടുക്കാൻ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എപ്പോഴും ഇവിടെ ദൈവമക്കൾ പറയുന്നത് പോലെ, ദൈവ പൈതൽ പറയുന്നത് പോലെ ആണിപ്പാടിലെ കരം നീട്ടിക്കൊണ്ട് യേശുവിതാ യാചകനെ പോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പാപത്തോട് യാത്ര പറഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥനാ വിഷയം, എൻ്റെ ആവശ്യം ഞാൻ യേശുവിനോട് പറഞ്ഞാൽ ആ കാര്യത്തിൽ കർത്താവിൻ്റെ കരം വന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവിടെ ഏങ്ങലടികൾ ഉയരുന്നു. ചുറ്റുമുള്ളവർ നോക്കുന്നുണ്ട്. എന്താണ് ഈ വിരുന്ന് വീട്ടിൽ ആരാണ് ഈ ഏങ്ങലടിച്ച് കരയുന്നത്? ആരാണ് ഈ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? കണ്ണുനീർ കൊണ്ട് കാല് നനച്ചു തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്നു മഗ്ദലന മറിയം മരിക്കുന്ന സമയം വരെയും, ആ സമയത്ത് കർത്താവ് അടുത്തുണ്ട്. പിന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. പക്ഷേ എന്നും മരിക്കുന്നത് വരെയും ആ കർത്താവിൻ്റെ പാദപീഠം കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നും ഏങ്ങലടികൾ ഉയരുമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഏങ്ങലടികൾ. ഞാൻ ഈ ഭാഗം ഇത് ഒന്ന് വായിച്ചപ്പോൾ മനസ്സിലോർത്ത, എൻ്റെ ദൈവമേ, എന്തെല്ലാം കാര്യങ്ങൾ ഓർത്താൽ ഏങ്ങലടിക്കാനുണ്ട്. ഈ 2020 ശേഷമുള്ള 1-2 വർഷങ്ങൾ എന്തെല്ലാം ഹൃദയത്തിൽ ചില പകകൾ, ആവശ്യമില്ലാത്ത ചില ഭാവങ്ങൾ, ചില പണ്ട് പരിചയമുള്ളവരെ കണ്ടപ്പോൾ വളരെ കർക്കശത്തോടെ നിന്ന ചില പരുഷമായ ഭാവങ്ങൾ, ഒരാവശ്യമില്ലാതെ ചിലരെ ഫോൺ വിളിച്ച് മണിക്കൂറുകൾ വേണ്ട, അതൊന്നുമല്ല, ആവശ്യമുള്ളതുമെല്ലാം പറഞ്ഞു പോയ കാലങ്ങൾ. എൻ്റെ ദൈവമേ, എന്തെല്ലാം ചില സമയങ്ങളിലെങ്കിലും ആവശ്യമില്ലാതെ യൂട്യൂബിൽ വാർത്തകളോ ചില കാര്യം വേണ്ടാത്തതൊന്നുമല്ല, പക്ഷേ ഇതെല്ലാം കണ്ട് സമയം കളഞ്ഞ കാലങ്ങൾ. എൻ്റെ ദൈവമേ, ഇങ്ങനെയെല്ലാം നോക്കിയാൽ എന്തുമാത്രം കരയാനുണ്ട്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാം ഓർത്ത് കരച്ചിൽ വരുന്നുണ്ടോ? ഏങ്ങലടികൾ വരുന്നുണ്ടോ? മനുഷ്യൻ ചെയ്യുന്ന പാപം അവൻ്റെ, ഒരാൾക്ക് ഇപ്പോൾ നാം കേട്ടതുപോലെ, ഒരാൾക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാം, പലിശയോടുകൂടി കൊടുത്തു തീർക്കാം. പക്ഷേ ദൈവത്തിന് വിരോധമായി, എൻ്റെ ശരീരത്തിന് വിരോധമായി ഞാൻ ചെയ്ത പാപങ്ങൾ, അതിനെങ്ങനെ പരിഹാരം വരുത്തും? അത് കർത്താവ് ക്ഷമിച്ചു തരും, ശരിയാണ്. പക്ഷേ അത് വരുത്തുന്ന ദോഷങ്ങൾക്ക് എങ്ങനെ പരിഹാരം വരുത്തും? ഇതാ കർത്താവ് അതിനും പരിഹാരം തരും. എങ്കിലും എൻ്റെ ദൈവമേ, നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ ഓർത്ത് കരയാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കിന്ന് ഏങ്ങലടികളുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ കണ്ണുനീരുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, മരണത്തിൻ്റെ അവസാന സമയം വരെയും എന്താണ് ശിഷ്യന്മാർക്ക് അന്ന് അത്രയും പിടികിട്ടാത്തത്? ഈ പാപിനിയായ സ്ത്രീക്ക് അത്രയും പിടികിട്ടാൻ കാരണം എന്താണ്? കാരണം അവൾ അന്ന് കർത്താവിൻ്റെ മുമ്പിൽ വന്നത് മരണത്തിന് അവകാശിയായിട്ടാണ്. 2, നിത്യ നരകത്തിന് കാരണം വ്യഭിചാര കർമ്മത്തിലാണ് പിടിച്ചിരിക്കുന്നത്. മോശയിക നയപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം, കല്ലെറിഞ്ഞു കൊന്നാലോ നരകം താൻ എന്നെ അവകാശം, നരകത്തിലേ പോവുകയുള്ളൂ. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ആ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത് എന്ന്. അതിൻ്റെ 42 വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? 42 വാക്യം. വീട്ടുവാൻ അവർക്ക് വകയില്ലായികയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? ആരവനെ അധികം 50 ഇളച്ച് കിട്ടിയവനാണോ 500 ഇളച്ച് കിട്ടിയവനാണോ അധികം സ്നേഹിക്കുന്നത്? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു. അധികം ഇളച്ച് കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു. അധികം ഇളച്ച് കിട്ടിയവനാണ് അധികം സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അധികം ഇളച്ച് കിട്ടി. എനിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഇളച്ച് കിട്ടി എന്ന് ഞാൻ ഇന്ന് ഒന്നും വാസ്തവമായിട്ട് അറിയുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നതും ഞാൻ ചെയ്തതും ഞാൻ ചിന്തിച്ചതും ഞാൻ പ്രവർത്തിച്ചതും ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ഭാവിച്ചതും എല്ലാം നോക്കിയാൽ എൻ്റെ കർത്താവേ, നരകമാണ് എൻ്റെ അവകാശം. പക്ഷേ അതെല്ലാം കർത്താവ് എനിക്ക് ക്ഷമിച്ചു തന്നു. പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലും ക്ഷമിച്ചു തന്നു. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അവളിൽ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കാൽപാദം കഴുകുന്നത്. കർത്താവിന് മനസ്സിലായി, ഈ ശിഷ്യന്മാർക്ക് അത്ര വേണ്ട വിധത്തിൽ പിടികിട്ടുന്നില്ല. പത്രോസിനും അങ്ങ് പിടികിട്ടുന്നില്ല. ഈ പത്രോസിന് കർത്താവിനോട് വലിയൊരു പ്രിയമുണ്ടായിരുന്നു.
എന്നാൽ കാരണം കർത്താവ് വിളിച്ചു, വലിയ അത്ഭുതങ്ങൾ കിട്ടി, വലിയ അടയാളങ്ങൾ കിട്ടി. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി. ഒരു സമയം വന്നപ്പോൾ കർത്താവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. എന്നാൽ ഈ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അങ്ങനെ നിനക്ക് എന്നോടൊരു പ്രിയമുണ്ട്, ശരിയാണ്, എന്നാൽ നിനക്ക് എന്നോടൊരു സ്നേഹം വന്നിട്ടില്ല. അന്ന് ഗലീല കടൽപ്പുറത്ത് വെച്ച് ശീമോൻ്റെ തോളിൽ, അങ്ങനെ ഭാവനയാണ്, കർത്താവൻ കൈവച്ചിട്ട് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. അന്ന് ആ സ്നേഹത്തിൻ്റെ ആഴം കണ്ടെത്തിയ പത്രോസ്, പിന്നെ നിങ്ങൾ പഠിച്ചോളൂ, പത്രോസിയുടെ ലേഖനങ്ങൾ വായിച്ചുകൊള്ളൂ. പത്രോസ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യന്, എൻ്റെ തള്ളിപ്പറഞ്ഞ് എന്നെ വീണ്ടും ചേർത്ത് നിർത്തിയ ദൈവ സ്നേഹമേ, ഞാൻ നിന്നെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ദാവീദ് 150 സങ്കീർത്തന പുസ്തകങ്ങളിൽ ഭൂരിഭാഗം എഴുതിയ ആളാണ്. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് വേർതിരിച്ചവൻ, 7 ഏട്ടന്മാരിക്ക് തൻ്റെ തലയിൽ അഭിഷേക തൈലം കിട്ടിയവൻ, ആടുകളെ നോക്കി നടന്നവൻ, രാജകൊട്ടാരത്തിൽ ഇരുന്നവൻ, ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചവൻ. പക്ഷെ ഒരു നാൾ തിരിച്ചറിഞ്ഞു എൻ്റെ ഹൃദയം എന്തെന്ന്, ഞാൻ ആരാണെന്ന്. എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന വ്യഭിചാരമെന്ന അണലിപ്പാമ്പ്, ഒരാളെ മദ്യം കുടിപ്പിക്കുക എന്നത് ഘോരവിഷം, ഒരാളെ കൊല്ലിക്കാൻ പോലും ഒരു മടിയുമില്ലാത്തൊരു ഭീകരനായ ഒരു രൂപി ഉള്ളിലിരിക്കുന്നത് ദാവീദ് കണ്ടു. എന്നാൽ ആ ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ മുമ്പാകെ, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉടനെ അരുളപ്പാടുണ്ടായി, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നെന്ന്. ആ പാപം ക്ഷമിച്ച് കിട്ടിയ ദാവീദ് പിന്നെ എഴുതിയ സങ്കീർത്തനങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ? അതിൻ്റെ മനോഹാരിത എന്താണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. 145 സങ്കീർത്തനവും 146 സങ്കീർത്തനവും എല്ലാം നാം ഇരുന്ന് പഠിച്ചാൽ ഇതാ ലംഘനം ക്ഷമിച്ച് കിട്ടി, പാപം മറച്ച് കിട്ടിയതായ ദാവീദ് പിന്നെ പിൽക്കാലത്ത് എഴുതിയതായ സങ്കീർത്തനങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് പറയുന്നത്, ഒരു പ്രിയം കിട്ടി, പക്ഷേ ദൈവത്തോട് ആഴമേറിയ സ്നേഹം വരുന്നത്, അയ്യോ ഒരിക്കലും ക്ഷമിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്ന ദൈവം, എന്നെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് നിർത്തിയ ദൈവമെന്ന്. അതുകൊണ്ട് ദൈവസ്നേഹം കിട്ടാൻ പാപം ചെയ്യുക എന്നോ, കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരിക്കലും. നാം ആര്? പത്രോസ്ലീഹായാണോ? നാം ദാവീദ് ദീർഘദർശിയാണോ? നാം പാപത്തിൽ ജനിച്ചവൻ അല്ലേ? ഞാൻ 6 വയസ്സുള്ളപ്പോൾ പുകവലിച്ചവനാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ 12 വയസ്സിൽ പുകവലിച്ചവനാണ്. ഞാൻ എന്തെല്ലാം മോഷ്ടിച്ചവനാണ്. ജനനം മുതൽ ഞാനൊരു ഭാവിയായ മനുഷ്യനല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞുവല്ലോ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരുന്നത് കൊണ്ട് ഞങ്ങളെ ഭവനത്തിൽ ഭീകരമായ അനേകം അനർത്ഥങ്ങൾ വരാതെ സ്വർഗത്തിലെ ദൈവം കാത്ത് പരിപാലിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് കാത്ത് പരിപാലിച്ച് നിത്യനായ ദൈവം കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആദ്യം ദൈവദാസൻ പറഞ്ഞതുപോലെ ഞാനും പറയട്ടെ, എൻ്റെ ദൈവമേ, ഒന്നുമില്ല, എനിക്ക് കരുണ തോന്നേണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നി. തൃക്കാരൂർ എന്ന് പറയുന്ന ദേശം ദൂരെയല്ലല്ലോ, ഹൈന്ദവർ മാത്രമേ അല്ലേ അവിടെയുള്ളൂ. അവിടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് നിത്യനായ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ കുട്ടമ്പടയിൽ നിന്നും അഞ്ചലിൽ നിന്നും ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നിങ്ങളുടെ മേൽ വന്ന് വീഴുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ പാട്ടും പാടിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് അന്ന് ഈ മഗ്ദലന മറിയാൻ തീരുമാനിച്ചു. സ്നേഹത്തിൻ്റെ പാട്ട് പാടണം. എനിക്ക് മറ്റുള്ളവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി നിൽക്കണം. ആദ്യം തൊട്ടുമുമ്പ് നാം കേട്ടില്ലേ, ഇതാ ഒരാൾ എന്നിട്ട് സാക്ഷ്യം പറയാണ് ഇവിടെ. അവൻ എനിക്ക് പൈസ തരാനുള്ളവനല്ലേ, പല്ലും വിരൽ ചൂണ്ടാനുണ്ടാകും. എന്തെല്ലാം ആക്രമണങ്ങൾ നമ്മുടെ നേരെ വന്നാലും തിരിച്ച് ഒന്ന് മാത്രമേ ഉള്ളൂ, തിരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകർ വന്ന് വിരൽ ചൂണ്ടുമ്പോൾ, നീ മദ്യപാനിയല്ലേ, നീ ഭാര്യയെ തല്ലിയവനല്ലേ, നീ കള്ളനല്ലേ എന്നൊക്കെ പലരും പറയുമ്പോൾ കർത്താവ് ആ പൈതലിനോടങ്ങ് ഒട്ടി നിന്നിട്ട് പറയും,
അവൻ വളരെ സ്നേഹിച്ചുവല്ലോ, അവൻ വളരെ എന്നെ സ്നേഹിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സ്നേഹത്തിൻ്റെ പാട്ടും പാടിക്കൊണ്ട് വേണം ഇവിടെ എഴുന്നേൽക്കാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. പണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഒരു കവിത എഴുതി ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. ആ കവിത എന്താണെന്നറിയാമോ? പണ്ട് ഈ ഭാരതത്തിന് നേരെ യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധം നടത്തുമ്പോൾ അവരിങ്ങനെ പീരങ്കി കൊണ്ടിങ്ങനെ അലറും. പീരങ്കിയാൽ ഈ ഭാരതത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഭാരതത്തിലെ നീണ്ട താടിക്കാർ കാട്ടാളന്മാർ, പോരെങ്കിൽ പരിഷ്കാര ശൂന്യന്മാർ, കറമ്പന്മാർ. അവർക്ക് പരിഷ്കാരമില്ല, അവർക്ക് വേറെ കറുത്ത നിറമാണ്, നീണ്ട താടിക്കാരാണ്. അവരെന്ത് ചെയ്തു? നേരിൻ്റെ നാടും തേടി സ്നേഹത്തിൻ്റെ പാട്ടും പാടി ചാരുവാമൈക്യത്തിൻ്റെ പൂന്തോപ്പിൽ ഊഞ്ഞാലാടി. എന്നിട്ടോ പശ്ചിമത്തിൽ പീരങ്കി അലറാൻ ആഗ്രഹിച്ചപ്പോൾ ഭാരതം ഇരുന്ന് ഒരു കൊച്ചു ഓടലക്കുഴലൂതി, സ്നേഹത്തിൻ്റെ ഓടക്കുഴൽ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ഭീകരമായ ആരോപണങ്ങൾ വരുമ്പോൾ സ്നേഹത്തിൻ്റെ ഓടക്കുഴൽ, ഈ സംഗീതത്തിലെ ഏറ്റവും നല്ല ഉപകരണമാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത്. ഈ ഓടക്കുഴൽ ഗാനം, അങ്ങനെ ഒരു പാട്ട്, അതിമനോഹരമായൊരു പാട്ട് വേദപുസ്തകത്തിലുണ്ട്. എടുക്കാം, 1 കൊരിന്ത്യർ 13 സ്നേഹത്തിൻ്റെ അധ്യായത്തിൽ അപ്പോസ്തലൻ ഒരു പാട്ടങ്ങ് പാടാൻ തുടങ്ങുന്നുണ്ട്. 14 വാക്യം ഒന്ന് വായിക്കാമോ? 13-ന്റെ 4 വാക്യം മുതൽ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ചീർക്കുന്നില്ല. സ്നേഹം ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദേഷ്യപ്പെടുന്നില്ല. ദേഷ്യപ്പെടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ. അനീതിയിൽ സന്തോഷിക്കാതെ. സത്യത്തിൽ സന്തോഷിക്കുന്നു. സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു. എല്ലാം പൊറുക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. എല്ലാം സഹിക്കുന്നു. മതി പ്രിയപ്പെട്ടവരെ, അത് അപ്പോസ്തലൻ സ്നേഹമാകുന്ന ഓടക്കുഴലിലൂടെ ഊതുന്ന അതിമനോഹരമായൊരു സ്നേഹഗാനമാണത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഈ ഓടക്കുഴലിന് അനേകം ദ്വാരങ്ങളുണ്ട്. അതിൽ ദീർഘക്ഷമ. എന്ത് വന്നാൽ ആരെന്ത് ചെയ്താലും അങ്ങ് ക്ഷമിക്കും. എന്ത് ചെയ്താലും പൊറുക്കും. എന്ത് ചെയ്താലും സഹിക്കും. ആരോടും ദോഷപ്പെടുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇതെല്ലാം സ്വാർത്ഥം, ഈ ക്ഷമിക്കുക, ഇതെല്ലാം ഓരോ ദ്വാരങ്ങളാണെന്നിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, അതിൽ ഒരു ദ്വാരം അടഞ്ഞിരുന്നാൽ ചിലമ്പുന്ന ചെമ്പോ കൈത്താളമോ എന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ പുറത്തേക്ക് വന്ന ശബ്ദം വെറും പി വി വി എന്നുള്ള ശബ്ദമായിരിക്കും. ഒരു ഈണവും ഉണ്ടാകില്ല. ഞാനത് പറയാൻ കാരണം, 3 വർഷം മുമ്പ് നമ്മുടെ കൂട്ടായ്മ തുടങ്ങി. അന്ന് ഞാൻ വചനം പറയുന്നു, ഇന്ന് ഞാൻ വചനം പറയുന്നു. പക്ഷേ അന്ന് ഇവിടെ വചനം പറഞ്ഞു തുടങ്ങിയ കാലത്ത് ഈ ക്ഷമിക്കുന്നതിൻ്റെ ദ്വാരം അടഞ്ഞാണിരുന്നത്. പൊറുക്കുന്നതിൻ്റെ ദ്വാരം അടഞ്ഞാണിരുന്നത്. എന്നെപ്പറ്റി വളരെ മോശമായ, വളരെ അഴുക്കായ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. അവരെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ അമർഷമായിരുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞവരോട് എനിക്ക് വളരെ ദ്വേഷമായിരുന്നു. പ്രിയപ്പെട്ടവർ, അത് ഓർക്കുമ്പോൾ ഉള്ളിൽ പുകച്ചിലായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ സ്നേഹത്തിൻ്റെ ഭാഷയിലും ശാസ്ത്രയുടെ ഭാഷയിലും എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വചന ശുശ്രൂഷയിൽ വന്നിരുന്ന് ഈ കാലങ്ങളെല്ലാം കഴിയുമ്പോൾ അതെല്ലാം ആ ദ്വാരത്തിലെ ക്ലാവും പൊടിയും അഴുക്കും എല്ലാം മാറി ഇന്നെനിക്കറിയാം, ഒരാളോട് ദ്വേഷപ്പെടണമെന്നോ പകയ്ക്കണമെന്നോ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കണമെന്നോ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അപ്പോസ്തലൻ പറഞ്ഞു, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? ഞങ്ങളിൽ അനേകർ അന്ന് 2020-ലുണ്ടായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണമെന്നും പല കാര്യങ്ങൾ പറയണമെന്നും ആഗ്രഹിച്ചവരാണ്. എന്നാൽ ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന, ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെടുന്ന പ്രിയപ്പെട്ട ജോൺ സാറ് അന്ന് മൗനമായെങ്കിലും ഒരു പ്രതിവാദത്തിൻ്റെ തീപ്പൊരി മൗനാനുവാദം തന്നിരുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം തകർന്നു പോയേനെ. ഒരിക്കലും ആരെയും ഉയർത്തില്ല ഞങ്ങൾ വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ജീവനുള്ള ദൈവം ആ ദൈവം ഇതിൽ നടത്തിയത് കൊണ്ട്
കൊണ്ട് ഞങ്ങൾക്ക് കർക്കശമായി പറഞ്ഞു തന്നു, ഇതാ ക്രിസ്തുവിൻ്റെ സ്നേഹം വാഴണമോ, സാക്ഷ്യം പറയുമ്പോൾ തീ കത്തണമോ, വചനം ഇറങ്ങി വരണമോ, ഈ സ്നേഹത്തിൻ്റെ പാട്ടും പാടിക്കൊണ്ട് ദേശങ്ങളിലൂടെ എതിർക്കുന്നവരുടെ മധ്യത്തിലൂടെ നടക്കണമോ, അനേകർ രക്ഷിക്കപ്പെടണമോ, അനേകർ ദൈവരാജ്യത്തിൽ എത്തണമോ, ഇതാ സുവിശേഷം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇതാ എല്ലാം ക്ഷമിക്കണം, എല്ലാം പൊറുക്കണം, എല്ലാം സഹിക്കണം, ആരോടും ദേഷ്യം പാടില്ല എന്ന് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ പ്രിയരെ ഞങ്ങൾ വിനയപ്പെട്ടു. ഭാഗ്യമായി പോയി എന്ന് പറയട്ടെ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഏതെങ്കിലും പകകളോ ക്ഷമിക്കാത്തതോ പൊറുക്കാത്തതോ വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ, ഭാര്യയോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, മക്കളോടാകട്ടെ, എല്ലാം കൊണ്ടുപോയി കളഞ്ഞ മക്കൾ, വിവാഹമോചനം തേടി വന്നിരിക്കുന്ന മകൾ, ക്ഷമിക്കുക, എല്ലാം പൊറുക്കുക, എല്ലാം സഹിക്കുക, ഈ ഓടക്കുഴലൊന്ന് ക്ലീൻ ആകട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഒരു വീട്ടിൽ കയറി. എനിക്ക് താല്പര്യം അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷേ ദൈവത്തിൽ പറഞ്ഞു നമുക്കൊന്ന് കയറാം. ദൈവത്തിന് സ്തോത്രം. കാരണം കുറേ അകൽച്ചകൾ, കുറേ ഭീതികൾ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടും മുൻവിധി വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി. ക്രൂസിലെ സ്നേഹം ഇറങ്ങി വന്നാൽ എല്ലാം മാറിക്കൊള്ളും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇതാ സമയം തീർന്നല്ലോ, ഞാൻ നിർത്തട്ടെ. ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പോകാ, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, നിന്റെ സകല പാവവും ക്ഷമിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സമാധാനത്തോടെ പോക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ തലയിൽ വെള്ളച്ചാട്ടം പോലെ സമാധാനം നിങ്ങളുടെ തലയിലേക്ക് പകരാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് പാടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും അവൾ ഗോകുൽത്താ മലയുടെ ദൂരെ മാറി നിന്ന് അവൾ പാടിക്കൊണ്ടിരുന്നു, കാൽവരി ക്രൂസിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹമേ എന്ന്. വെളുപ്പാങ്കാലത്തെ ശിഷ്യന്മാരുണ്ടായിരുന്നില്ല, കല്ലറവാതിൽ അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ അവളും അവിടെയും ഇതാ സുഗന്ധ ധൂപങ്ങളുമായി വന്ന് അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവൾ അവിടെ ഇരുന്നും പാടി, കാൽവരി ക്രൂസിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹമേ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂസിലെ സ്നേഹം, നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹം ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുവാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്. കർത്താവ് പറയും, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന്, ഒന്നുപോലും ബാക്കി വയ്ക്കില്ല എന്ന്. സമാധാനത്തോടെ പൊയ്ക്കൊള്ളാനാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി മരിച്ചാൽ ദൈവരാജ്യത്തിൽ, ഇന്ന് കർത്താവ് വന്നാൽ ദൈവരാജ്യത്തിൽ അല്ല. ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറിയ കർത്താവിൻ്റെ ഒന്നാമത്തെ സാക്ഷിയാണ്. യേശുവേ, എൻ്റെ യേശുവേ, ദൈവമക്കളെ, നിങ്ങൾ തീ പിടിക്കൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇല്ല കർത്താവേ, തീ കോരിയിടണമേ. യേശുവേ, തീക്കട്ടകൾ വാരി എറിയണമേ കർത്താവേ. ആരെഴുന്നേറ്റ് നിന്നാലും കുരിശിലെ സ്നേഹം നാവിയുടെ കത്തത്തക്കവണ്ണം ഞങ്ങളെ സ്നേഹത്തിന്റെ സാക്ഷികളാക്കി മാറ്റുവാൻ യേശുവേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ, യേശു ഇതാ നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു നമ്മുടെ അരികിലുണ്ട്. ആരവന്റെ കാൽപാദം കെട്ടിപ്പിടിക്കുന്നുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. ദൈവത്തിന് സ്തോത്രം. അവന്റെ പാദപീഠം ചുംബിച്ചുകൊണ്ട് നമുക്ക് ഏങ്ങലടിക്കാം. നമുക്ക് ശാന്തമായി ഒരു നിമിഷം കർത്താവിനോട് പറയാം, കർത്താവേ, യേശുവേ, ഞാനൊന്ന് ഏങ്ങലടിച്ചോട്ടെ. വേണ്ടായിരുന്നു, പലതും വേണ്ടായിരുന്നു, പലതും പറയണ്ടായിരുന്നു, ചിന്തിക്കണ്ടായിരുന്നു, പ്രവർത്തിക്കണ്ടായിരുന്നു. കർത്താവേ, ആരെയും ദ്വേഷിക്കണ്ടായിരുന്നു. എൻ്റെ യേശുവേ, മദ്യം കുടിക്കണ്ടായിരുന്നു, ഭാര്യയെ തല്ലണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, അനേകം പാപങ്ങൾ വന്നുപോയല്ലോ കർത്താവേ. ഞാൻ ആ പാദപീഠത്തിൽ ഒന്ന് കണ്ണുനീരും നനയ്ക്കുകയല്ല, ആ പാദപീഠൊന്ന് കഴുകിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മെ നോക്കിയിട്ട് എല്ലാവരും കേൾക്കെ പറയും, അവൻ വളരെ സ്നേഹിച്ചുവല്ലോ. അന്ന് മറിയിരുന്ന് കരയുമ്പോൾ അവളെ കഴുകുന്ന രക്തം അന്ന് ചിന്തിയിട്ടില്ല. പക്ഷെ ഇന്ന് 2025 മാർച്ച് മാസം 2-ാം തീയതി ഇവിടെ കൂടി കരയുന്നൊരു തലമേൽ, ഏങ്ങലടിക്കുന്നൊരു തലമേൽ കഴുകുന്ന തിരക്തം വന്ന് വീഴുകയാണ്. പാപങ്ങൾ ക്ഷമിച്ചു തരികയാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരുത്താനുള്ളത് എത്രയും വേഗം തിരുത്തിക്കൊള്ളുക. പക്ഷേ ഇപ്പോൾ ക്ഷമിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടെ പോകാൻ കർത്താവ് വചനത്തിലൂടെ കൂടെ കൽപ്പിക്കുകയാണ്. ആർക്ക് വേണം ഈ സമാധാനം? അവർ യേശുവിനോട് പറയട്ടെ, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ. അങ്ങനെ തീരുമാനമുള്ളവർക്ക് പറഞ്ഞു തരാം. അവർ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലൂ. യേശുവേ,
എൻ്റെ യേശുവേ, എന്റെ യേശുവേ, എൻ്റെ എല്ലാ പാപങ്ങളും ഒന്ന് കഴുകി തരണമേ. എന്റെ എല്ലാ പാപങ്ങളും കഴുകി തരണമേ. എൻ്റെ അകൃത്യങ്ങൾ കഴുകി തരണമേ. അകൃത്യങ്ങൾ കഴുകി തരണമേ. പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലൊന്ന് കഴുകി തരണമേ. പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലും കർത്താവേ, എന്നെ സൗഖ്യമാക്കി പറഞ്ഞയക്കണമേ. കർത്താവേ, എന്നെ സൗഖ്യമാക്കി പറഞ്ഞയക്കണമേ. ഇന്ന് മുതൽ യേശുവേ ഞാൻ നിന്റെ വക. ഇന്ന് മുതൽ യേശുവേ, ഞാൻ നിന്റെ വക. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്ന് മുതൽ നിന്നെ സ്നേഹിച്ചും യേശുവേ, ഇന്ന് മുതൽ നിന്നെ നിന്നെ ആരാധിച്ചും നിന്നെ ആരാധിച്ചു ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. ആ തീരുമാനമെടുത്ത കരങ്ങളെ ഉയർത്തിയല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മേലുള്ള സ്നേഹം പകർന്നു എന്ന്, ഞങ്ങളുടെ നാവിൽ തിരുരക്തം പകർന്നു എന്ന്. യേശുവേ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ നാഥ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെ നന്ദി പറയും. എൻ്റെ നാഥ, എല്ലാം നിൻ്റേത്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. ഈ പ്രിയപ്പെട്ട ജനത്തെ എളിയവരായി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, കാൽവരി ക്രൂസിൽ ഓളം വെട്ടിയ സ്നേഹത്തിൻ്റെ തീപ്പൊരി ഇന്ന് എല്ലാ ഹൃദയങ്ങളിലേക്കും പകർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, സ്വർഗം താണിറങ്ങി വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ ഒന്നിനെ തേടി നീ വന്നത് ഞങ്ങൾ നിന്നെ കണ്ടുവല്ലോ. യേശുവേ, എല്ലാ മഹത്വത്തേക്ക് മാത്രം ഇനി ഞങ്ങൾ കൂടിക്കാണുവരെയും കൃപയിൽ പരിപാലിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.